നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഭാസിസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത BNSS 2023. അതല്ല എന്നുണ്ടെങ്കിൽ കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയർ 1973 1973 ക്രിമിനൽ പ്രൊസീജിയർ കോഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. അതിലാദ്യമായിട്ട് നോക്കിയാൽ ഇതെന്തിനു വേണ്ടി പഠിക്കുന്നു എന്ന് ചോദിച്ചാൽ സിവിൽ പോലീസ് ഓഫീസർ പരീക്ഷയുടെ സ്പെഷ്യൽ ടോപ്പിക്കിലാണ് ഇത് ഉൾപ്പെട്ടിരിക്കുന്നത്. ആ കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ CRPC സെക്ഷൻ 50 നമ്മൾ നോക്കുന്നത് അല്ലെ. CRPC സെക്ഷൻ 50 അത് ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത എന്ന് പറയും അല്ലേ. CRPC സെക്ഷൻ 50 ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയാണ്. സെക്ഷൻ 47 ആണ് അതിൽ പ്രതിപാദിക്കുന്നത്. അപ്പോൾ എന്താണ് ഇതിൽ പറയുന്നത് എന്ന് ചോദിച്ചാൽ, പേഴ്സൺ അറസ്റ്റഡ് ടു ബി ഇൻഫോംഡ് ഓഫ് ഗ്രൗണ്ട്സ് ഓഫ് അറസ്റ്റ് ആൻഡ് ദ റൈറ്റ് ഓഫ് ബെയിൽ എന്ന് വെച്ചാൽ, അറസ്റ്റ് ചെയ്യപ്പെടുന്ന വ്യക്തിയെ അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെടുന്നതിനിടയാക്കുന്ന സാഹചര്യം എന്തെല്ലാമാണ്, അല്ലെങ്കിൽ കാരണങ്ങൾ എന്തെല്ലാമാണ്, അദ്ദേഹത്തിന് ജാമ്യം കിട്ടുവാനായിട്ട് അവകാശമുള്ള കേസിലാണോ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നീ കാര്യങ്ങൾ ഈ അറസ്റ്റ് ചെയ്യപ്പെടുന്ന വ്യക്തിയോട് പറഞ്ഞ് ബോധ്യപ്പെടുത്തുവാനായിട്ട് അറസ്റ്റ് ചെയ്യുന്ന ഉദ്യോഗസ്ഥൻ ബാധ്യതപ്പെട്ടയാളാണ്. അതല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്ന വ്യക്തിക്ക് ഇതിനുള്ള അർഹതയുണ്ട് എന്ന് പ്രതിപാദിക്കുന്ന സെക്ഷനാണ് സെക്ഷൻ 50. അതല്ലെങ്കിൽ CRPCയിലെ സെക്ഷൻ 50, അതല്ലെങ്കിൽ ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ 47 എന്ന് പറയുന്നത്. അപ്പോൾ പേഴ്സൺ അറസ്റ്റഡ് ടു ബി ഇൻഫോംഡ് ഓഫ് ഗ്രൗണ്ട്സ് ഓഫ് അറസ്റ്റ് അല്ലെ, ഓൺ ദ ഗ്രൗണ്ട്സ് ഓഫ് അറസ്റ്റ് ആൻഡ് ഓഫ് റൈറ്റ് ഓഫ് ബെയിൽ എന്നാണ് പറയുന്നത്. അപ്പോൾ അറസ്റ്റിനുള്ള കാരണങ്ങളും ജാമ്യത്തിനുള്ള അവകാശങ്ങളും ഒക്കെ ഇവിടെ ഇയാൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടതുണ്ട് അല്ലെ. കുറ്റത്തിൻ്റെ പൂർണ്ണ കാരണങ്ങളും വിവരങ്ങളും അറസ്റ്റ് ചെയ്യപ്പെടുന്ന വ്യക്തിയെ അറിയിക്കേണ്ടതാണ്. മാത്രമല്ല, ജാമ്യം ലഭിക്കുവാനുള്ള അവകാശമുണ്ടെന്ന് ബോധ്യപ്പെടുത്തുകയും വേണം. അതായത് വാറൻറ്റ് ഇല്ലാതെയോ വാറൻറ്റോട് കൂടിയോ ആണ് അറസ്റ്റ് ചെയ്യപ്പെടുന്നതെന്നുണ്ടെങ്കിലും ആ കേസിൽ ജാമ്യം ലഭിക്കുമെന്നോ ജാമ്യം ലഭിക്കില്ലെന്നോ ആ പറയുന്ന വ്യക്തിയെ ബോധ്യപ്പെടുത്തുവാനായിട്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ ബാധ്യതപ്പെട്ടയാളാണ് എന്ന് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 50 ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത എന്ന് പറയുന്നത്. ഇനി അടുത്ത CRPC സെക്ഷൻ 51 എന്താണെന്ന് നോക്കാം അല്ല. CRPCയിലെ സെക്ഷൻ 51 ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയിലെ 49ാമത്തെ അധ്യായവും എന്തിനെ പറ്റിയാണ് ഇത് പ്രതിപാദിക്കുന്നത്? സെർച്ച് ഓഫ് അറസ്റ്റഡ് പേഴ്സൺ അല്ലെ. സെർച്ച് ഓഫ് അറസ്റ്റഡ് പേഴ്സൺ അറസ്റ്റ് ചെയ്യപ്പെടുന്ന ആളിൻ്റെ ദേഹപരിശോധനയാണ് അതുകൊണ്ട് അർത്ഥമാകുന്നത് അല്ലെ. അറസ്റ്റ് ചെയ്യപ്പെടുന്ന ആളിൻ്റെ ദേഹപരിശോധനയാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതായത് അറസ്റ്റ് ചെയ്യപ്പെടുന്ന ആളിനെ അറസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ അയാൾക്ക് അയാളുടെ ദേഹത്ത് എന്തെങ്കിലും തരത്തിലുള്ള ആയുധങ്ങളുണ്ടോ, മുറിവുകളുണ്ടോ, ഏതെങ്കിലും സംഭവങ്ങൾ രഹസ്യമായിട്ട് സൂക്ഷിച്ചിട്ടുണ്ടോ ഇത്യാദി കാര്യങ്ങളൊക്കെ അറസ്റ്റ് ചെയ്യപ്പെടുന്ന വ്യക്തിയിലുണ്ടോ എന്ന് അറസ്റ്റ് ചെയ്യപ്പെടുന്ന ആളുകൾ അറിയേണ്ടതുണ്ട്. അതുകൊണ്ട് അറസ്റ്റ് ചെയ്യപ്പെടുന്ന ആളിൻ്റെ ദേഹപരിശോധന നിർബന്ധമായിട്ട് നടത്തേണ്ടതാണ്. ആ സമയത്ത് അത്യാവശ്യം വസ്ത്രങ്ങൾ അല്ലാതെ മറ്റൊന്നും ഈ പറയുന്ന അറസ്റ്റ് ചെയ്യപ്പെടുന്ന ആളിൻ്റെ കൈവശം ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ആ സാധനങ്ങളെല്ലാം അറസ്റ്റ് ചെയ്യപ്പെടുന്ന ആളിൻ്റെ സാധനങ്ങളെല്ലാം എന്ത് ചെയ്യണം, കസ്റ്റഡിയിൽ വാങ്ങിച്ചിട്ട് അതിനൊരു റെസിപ്റ്റ് കൊടുക്കേണ്ടതാണ്. എന്നിട്ട് ദേഹപരിശോധന നടത്താവുന്നതാണ്. ഇനി സ്ത്രീകളുടേതാണെന്നുണ്ടെങ്കിലോ ദേഹപരിശോധന നടത്തുവാനായിട്ട് സ്ത്രീകളായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർ തന്നെ വേണം സ്ത്രീകളുടെ ദേഹപരിശോധന നടത്തേണ്ടുന്നത്. അതാണ് CRPC സെക്ഷൻ 51 അല്ലെങ്കിൽ ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത 49 പ്രതിപാദിക്കുന്നത്. ഇനി നമുക്ക് CRPC സെക്ഷൻ 53 എന്താണെന്ന് നോക്കാം അല്ല. CRPC സെക്ഷൻ 53 അല്ലെങ്കിൽ ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത സെക്ഷൻ 51 എന്താണെന്ന് നോക്കാം അല്ലേ. CRPC സെക്ഷൻ 53 അതല്ലെങ്കിൽ ഭാരതീയ നാഗരിക് സുരക്ഷ സെക്ഷൻ 51 എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം അല്ലേ. എക്സാമിനേഷൻ ഓഫ് അക്യൂസ്ഡ് ബൈ മെഡിക്കൽ പ്രാക്ടീഷണർ അറ്റ് ദ റിക്വസ്റ്റ് ഓഫ് പോലീസ് ഓഫീസർ. അതായത് പറയുന്ന കാര്യം എന്താണ്? എക്സാമിനേഷൻ ഓഫ് ദ അക്യൂസ്ഡ് ബൈ മെഡിക്കൽ പ്രാക്ടീഷണർ. അതായത് ഇപ്പോൾ ഒരു വ്യക്തിയെ സംശയാസ്പദമായ സാഹചര്യത്തിൽ പിടിച്ചു, അല്ലെങ്കിൽ അയാൾ എന്ത് ചെയ്യുന്നു, കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണ്, അറസ്റ്റൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല. അങ്ങനെയുള്ളൊരു വ്യക്തിയുടെ ദേഹപരിശോധന നടത്തുക എന്നതാണ് ഇവിടെ പറയുന്നത്. അതാണ് എക്സാമിനേഷൻ ഓഫ് അക്യൂസ്ഡ് ബൈ മെഡിക്കൽ പ്രാക്ടീഷണർ അറ്റ് ദ റിക്വസ്റ്റ് ഓഫ് ദ പോലീസ് ഓഫീസർ. പോലീസ് ഓഫീസറിൻ്റെ റിക്വസ്റ്റ് പ്രകാരം ദേഹപരിശോധന നടത്താം. അതിപ്പോൾ SI റാങ്കിന് മുകളിലുള്ള ആൾക്കാർ വേണമെങ്കിലും ആകാം. ഇനി എമർജൻസി സാഹചര്യമാണെങ്കിൽ SI റാങ്കിൽ താഴെയുള്ള ആൾക്കാരാണെങ്കിലും ഒരു മെഡിക്കൽ പ്രാക്ടീഷണറോട് കസ്റ്റഡിയിലെടുത്ത ഒരു വ്യക്തിയുടെ ദേഹപരിശോധന നടത്തുവാനായിട്ട് ആവശ്യപ്പെടാവുന്നതാണ്. ഇനി ഒരു വനിതയുടെ ദേഹപരിശോധനയാണ് നടത്തേണ്ടത് എന്നുണ്ടെങ്കിൽ അവിടെ പാലിക്കേണ്ടുന്ന ചട്ടം എന്തെന്നാൽ ഒരു വനിതാ മെഡിക്കൽ പ്രാക്ടീഷണർ തന്നെയായിരിക്കണം വനിതയുടെ ദേഹപരിശോധന നടത്തേണ്ടുന്നത്. ഇതാണ് സെക്ഷൻ 53 CRPC സെക്ഷൻ 53 അതേപോലെ ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത സെക്ഷൻ 51 പ്രതിപാദിക്കുന്നത്. ഇനി CRPC സെക്ഷൻ 54
അല്ലെ? CRPC സെക്ഷൻ 54, ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത 53 എന്താണ് നമുക്ക് നോക്കാം അല്ലേ? CRPC സെക്ഷൻ 54, ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത 53 എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. അത് പറയുന്നത് എന്താണ്? എക്സാമിനേഷൻ ഓഫ് അറസ്റ്റഡ് പേഴ്സൺ ബൈ മെഡിക്കൽ ഓഫീസർ. ഒരു മെഡിക്കൽ ഓഫീസർ അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയുടെ ദേഹപരിശോധന നടത്തുന്നതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പാണ് CRPC സെക്ഷൻ 54, ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത സെക്ഷൻ 53. അറസ്റ്റ് ചെയ്യപ്പെട്ടയാളിൻ്റെ മെഡിക്കൽ ഓഫീസർ പരിശോധിക്കുക എന്നതാണ് ഇവിടെ വരുന്നത്. ഇവിടെ വനിതകൾക്ക് വനിതാ മെഡിക്കൽ ഓഫീസർ തന്നെ വേണമെന്നുള്ളത് നിർബന്ധം തന്നെയാണ് എന്നുകൂടി ഓർത്തേക്കുക. അതേപോലെ മെഡിക്കൽ പ്രാക്ടീഷണർ എന്താണ് ചെയ്യേണ്ടത്? അറസ്റ്റ് ചെയ്യപ്പെട്ട ആളിൻ്റെ ദേഹപരിശോധന പൂർണ്ണമായിട്ട് നടത്തുകയും ഈ പറയുന്ന വ്യക്തിയുടെ ദേഹത്തുണ്ടായിരിക്കുന്ന അടയാളങ്ങളും മുറിവുകളും എല്ലാം എന്ത് ചെയ്യണം? തയ്യാറാക്കുന്ന രേഖ അല്ലെങ്കിൽ ഒരു റിപ്പോർട്ട് ഉണ്ടാവും. ആ റിപ്പോർട്ടിൽ കൃത്യമായിട്ട് രേഖപ്പെടുത്തേണ്ടതും ആ പരിശോധനാ റിപ്പോർട്ടിൻ്റെ പകർപ്പ് ഈ മെഡിക്കൽ ഓഫീസറെ ചുമതലപ്പെടുത്തുന്ന വ്യക്തി ആരാണോ അദ്ദേഹത്തിന് അയച്ചു കൊടുക്കുകയും ചെയ്യേണ്ടതാണ് എന്നാണ് പ്രതിപാദിക്കുന്നത്. ഇതാണ് CRPC സെക്ഷൻ 54 പ്രതിപാദിക്കുന്നത്. ഇനി അടുത്ത CRPC സെക്ഷൻ 57 എന്താണ് എന്ന് നമുക്ക് നോക്കാം അല്ലേ? CRPC സെക്ഷൻ 57 ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയിലാണെങ്കിൽ സെക്ഷൻ 58 ആണ്. അപ്പോൾ CRPC സെക്ഷൻ 57 ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത സെക്ഷൻ 58 പ്രതിപാദിക്കുന്നത് എന്താണ് എന്ന് നമുക്ക് നോക്കാം. അതിൽ പറയുന്ന കാര്യം ഇത്രയുള്ളതാണ്: പേഴ്സൺ അറസ്റ്റഡ് നോട്ട് ടു ബി ഡീറ്റൈൻഡ് മോർ ദാൻ 24 hours അല്ലേ? പേഴ്സൺ അറസ്റ്റഡ് നോട്ട് ടു ബി ഡീറ്റെയിൻഡ് മോർ ദാൻ 24 hours. അതായത് അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തി അതാണ് കസ്റ്റഡിയിൽ 24 മണിക്കൂറിൽ കൂടുതൽ വയ്ക്കുവാൻ പാടില്ല എന്ന് അനുശാസിക്കുന്ന നിയമം ആണ് ഇത്. പേഴ്സൺ അറസ്റ്റഡ് നോട്ട് ടു ബി ഡീറ്റെയിൻഡ് മോർ ദാൻ 24 hours എന്നാണ് പറയുന്നത്. വാറൻ്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്ത വ്യക്തിയെ വാറൻ്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്ത വ്യക്തിയെ 24 മണിക്കൂറിൽ കൂടുതൽ പോലീസ് കസ്റ്റഡിയിൽ സൂക്ഷിക്കുവാൻ പാടുള്ളതല്ല എന്നാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. നമ്മളിപ്പോൾ പഠിച്ചത് ഏതാണെന്ന് മനസ്സിലായല്ലോ. ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത എന്ന പേരിൽ 2023 നിലവിൽ വന്ന 1973 മുതൽ ക്രിമിനൽ പ്രൊസീജിയർ കോഡ് അല്ലെങ്കിൽ CRPC എന്ന പേരിൽ നമ്മുടെ നാട്ടിൽ പ്രാബല്യത്തിലുള്ള ആ വകുപ്പിലെ പ്രധാനപ്പെട്ട ചില ചട്ടങ്ങളാണ് നമ്മളിവിടെ മനസ്സിലാക്കിയത്. ഈ പഠിച്ച കാര്യങ്ങളെല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിച്ചുകൊണ്ട് ക്ലാസ് അവസാനിപ്പിക്കുന്നു. ഓൾ ദ ബെസ്റ്റ്.